അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പക്ഷെ അടുത്ത കണ്ടസ്റ്റന്റ് ഫെയർവെൽ പെർഫോമൻസ് ആണ് അൺഫോർച്ചുനേറ്റ്ലി. എന്നാലും നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. പ്ലീസ് വെൽക്കം ജയലക്ഷ്മി ഓൺ സ്റ്റേജ്. ജയയുടെ ഫെയർവെൽ പെർഫോമൻസ് ഫുൾ പ്രിപ്പയർഡ്? പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫാമിലി എല്ലാവരും ഉണ്ട്. ഫാമിലി ആരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, ഹസ്ബൻഡുണ്ട്, ബ്രദറുണ്ട്, അച്ഛൻ്റെ പെങ്ങള് ആൻറ്റി ഉണ്ട്, പിന്നെ ഒരു മാമനുണ്ട്, പിന്നെ അച്ഛൻ പെങ്ങളുടെ മകനുണ്ട്. വലിയൊരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ആണോ? പിന്നെ വേറൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സംഭവം എന്താണ്? സംഭവം ഒരു തെരുവ് കൂത്താണ് ചെയ്യുന്നത്. കൊളാമ്പേ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഈ സ്റ്റേജിനോട് ചേരുന്ന ഒരു സെറ്റാക്കി പോയത്. നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സൈക്ലജ്ഞം നടത്തി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞ സുപ്രസിദ്ധ സൈക്ലജ്ഞിസ്റ്റ് പ്രൊഫസർ പരവൻ ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് വടക്കേക്കര ആൽപ്പറമ്പിൽ വെച്ച് സൈക്ലജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഞങ്ങൾ വടക്കേക്കര ആൽപ്പറമ്പിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കുമാരി കസ്തൂരിയുടെ നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. വരുവിൻ, കാണുവിൻ. എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ ഒന്നു മച്ചാനെ ഇങ്കിരി മാറത്ത് അടരാൻ മോഹം. നീ പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ ഒന്നു മച്ചാനെ ഇങ്കിരി മാറത്ത് അടരാൻ മോഹം.
ചാടി കളിയാടാൻ വാ. ജയ ഇതെന്ത് ആരൊക്കെയെന്ന് പറ അവിടെ ഇങ്ങോട്ട് പോരട്ടെ. ഇത് അറിയാലോ, അവസാനം ഹസ്ബൻഡ്. ഇതാരെന്ന് പറയാം. ഇത് ഹസ്ബൻഡ്, ആ അത് മനസ്സിലായി. ഇതെന്റെ മാമി, അച്ഛൻ്റെ സഹോദരി. വെരി ഗുഡ്. ഇതെന്റെ അനിയൻ. ആഹാ ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്. വെരി ഗുഡ്. അതെന്റെ അച്ഛൻ. അച്ഛൻ അറിയാം. അങ്ങോട്ട് നിൽക്കുന്ന മാമിയുടെ മകൻ. മോൻ. പിന്നെ ഇത് എൻ്റെ മാമനാണ്. ഇതിനായിട്ട് വേഷം കിട്ടിയിട്ടുണ്ട്. മാമാ ഓ അച്ഛൻ അസലഡ് ചെയ്തു. എനിക്ക് അച്ഛൻ്റെ എല്ലാവരും ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ആദ്യമായിട്ടാണ് ഇവരെല്ലാവരും ആ സ്റ്റേജിൽ എല്ലാവരും കയറുന്നത്. സ്റ്റേജിൽ കയറുന്നത് ആദ്യമായിട്ടാ. തകർത്തു. നന്നായി. വെരി ഗുഡ്. ടെറിഫിക്. ശോഭനജി ഇഷ്ടമായോ ഈ കഥാപാത്രങ്ങൾ? പിന്നെ ജയലക്ഷ്മിയുടെ ഹസ്ബൻഡ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. ഗുരുവാണോ നിങ്ങളുടെ? ഗുരുവല്ല. നന്നായിരുന്നു എല്ലാവരും. കൺഗ്രാറ്റുലേഷൻസ്. I mean, just the team effort and Mama. ഇതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒന്നും നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ ഒന്നും മാറുന്നില്ല മാമനെ കണ്ടിട്ട്. എല്ലാവർക്കും ശീലാണ് ആക്ച്വലി. സോ ഞങ്ങൾക്ക് കുറച്ച് വി ടുക്ക് സം ടൈം. ബട്ട് ജയലക്ഷ്മി, യു ഹവ് ഫാന്റാസ്റ്റിക് ഫാമിലി സപ്പോർട്ട്. താങ്ക് യു മാം. എനിക്ക് കുറച്ച് അസൂയൊക്കെയാണ്. എൻ്റെ ഫാമിലി ഇങ്ങനെയൊക്കെ വന്ന് വേഷം കെട്ടി നിൽക്കുമെന്ന് എനിക്ക് എനിവേ താങ്ക് യു എവ്രിബഡി. ആൻഡ് നിങ്ങളും പ്രൗഡായിരിക്കണം ടു ഹാവ് ജയലക്ഷ്മി ഇൻ യുവർ ഗ്രൂപ്പ് അല്ലേ? ജയലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ പേര് സുനിൽ. മിസ്റ്റർ സുനിൽ. സോ നിങ്ങളും കുറേ ഇങ്ങനെ എൻകറേജ് ചെയ്തു. എത്ര കഷ്ടപ്പെടുത്തി ജയലക്ഷ്മി നിങ്ങളെ? 3-4 മാസമായി. അത് ശരി. പക്ഷെ അതിനൊക്കെ ഒരു ഫലം കിട്ടിയിട്ടില്ലേ? ഷുവർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മുരളിയേട്ടാ. ജയലക്ഷ്മി സർ ടെറിഫിക്. താങ്ക് യു സർ. ഒന്ന് കൈയടിക്കും. ഇതിലും നല്ലൊരു ഫേവൽ പെർഫോമൻസ് കൊടുക്കാൻ പറ്റില്ല. അത്ര നന്നായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിരുന്നപ്പോൾ ആ കണ്ട സെറ്റ് തന്നെ ഇഷ്ടമായി. അത് തന്നെ ഒരു പ്രത്യേക കാര്യം വിളിച്ച് ഓതുന്നുണ്ട്. ഈ പെർഫോമൻസിൽ ഞാൻ പ്രത്യേകമായിട്ട് ജയലക്ഷ്മി അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സുനിലിനെ അഭിനന്ദിക്കുകയാണ്. ടെറിഫിക്. അസലായിരുന്നു സുനിൽ, അസലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സാർ. ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഈ പെർഫോമൻസിനെ പറ്റി മാത്രമല്ല സുനിലെ പറയുന്നത്. അതായത് നമ്മളൊരു ഒരു 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 പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഡാൻസും അതെല്ലാം അസലായിട്ട് ചെയ്തു. അതിലുപരി ഞാൻ സുനിലിനെ അഭിനന്ദിക്കുന്നത് ആ അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തരാനുള്ള 2 നാണയങ്ങൾ ഇവിടെ വെച്ച് പോയില്ലേ, അതിൻ്റെ ടോട്ടാലിറ്റിയാണത്. ഓൾ ഓഫ് യു വാസ് എക്സലൻറ്റ്. എല്ലാവരും. താങ്ക് യു സർ. ജയലക്ഷ്മിയുടെ യാത്ര പറച്ചിലാണത്, അല്ലെങ്കിൽ ഫെയർവെൽ ഷോ എന്ന് നമുക്ക് പറയാം. വി ആർ സാഡ്. സങ്കടമുണ്ട് വിട്ടുപോകുന്നതിൽ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അതിൻ്റെ രീതിയിൽ അത് നടന്നോട്ടെ. ഭാവിയിൽ ഇനിയും ഡാൻസും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഇവിടുന്ന് കിട്ടിയ എനർജി അതിലേക്ക് വേണ്ടി യൂസ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് ഫോർ എ ബെസ്റ്റ് ഫ്യൂച്ചർ. താങ്ക് യു സർ. താങ്ക് യു. ജയ, പോകുമ്പോഴും ജനങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ട്രേഡ് മാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച്.